മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനോട് മഞ്ജു ആകെ മൊത്തം പറയുകയാണ്, ഇനി മേലിൽ ഏട്ടൻ അവർക്ക് ഒരു കാര്യത്തിന് ചിലവിന് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ തന്നെ സ്വാതിയുടെ കല്യാണം നടത്താം എന്ന് തീരുമാനിച്ചു, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയണം. പിന്നീട് മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും ശരി, അവർക്ക് നല്ലൊരു ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം, അവർ ജയിലിൽ തന്നെ ഇനി കിടക്കണം, അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. മഞ്ജു ഇത് കേട്ടത് ആകെ മൊത്തം കലി കയറണം കേട്ടോ. മഞ്ജു അങ്ങനെ നേരെ ജയിലിലേക്ക് പോവുകയാണ്. ജയിലിൽ നിന്ന് മഞ്ജുവിനെ കണ്ടതും തന്നെ പ്രതാപനും വാമദേവനും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇവളറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. മഞ്ജു അങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ തോന്നി എൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപനും വാമദേവനും, മോളെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് പിന്നെ ഒരു കയ്യബദ്ധം പറ്റിയതാണ് എന്ന് പറയും. എന്ത് കയ്യബദ്ധം പറ്റിയതാണ്? നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്തതാണ്. നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ കൊട്ടേഷൻ കൊടുത്തു എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതുപോലെ മഞ്ജു നന്നായി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ കോടതി വിധി വരുമല്ലോ, കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും ശരി, മാർക്കോയും ലോപ്പസും ഉണ്ട്, നിങ്ങളെ എണ്ണി നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് വേണ്ട ശിക്ഷ തരും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ മോളില്ലേ, ആ മോള് അച്ഛനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് തിണ്ടി നടക്കും. അതേപോലെ നിങ്ങളുടെ കേസിന് വേണ്ടി നിങ്ങളുടെ സകല സ്വത്തുക്കളും നശിപ്പിക്കും, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി? എന്നാലും എൻ്റെ അച്ഛനെ ഞാൻ ഒരിക്കലും കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, ഞാൻ കുഞ്ഞതായിരുന്നു, എൻ്റെ അച്ഛൻ്റെ സ്നേഹം നിങ്ങൾ എനിക്ക് നിഷേധിച്ചു, അതേപോലെ തന്നെ നിങ്ങളുടെ മോളും അതേപോലെ ആവും എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, മോളെ എൻ്റെ കുഞ്ഞിനൊന്നും പറയരുതേ എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞ് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അവൾ എന്ന് പറയും. നിങ്ങളെ ഇങ്ങനെ ആക്കിയത് നിങ്ങളുടെ അമ്മയാണ്, അവർക്കും അതേ തന്നെ അനുഭവിക്കാനേ ഉള്ളൂ പറയും കേട്ടോ. അതേപോലെ വാമദേവനോട് പറയും, നിങ്ങളുടെ മോൻ മേലോട്ട് നോക്കി കിടക്കുന്നില്ലേ, അവൻ ഒരിക്കലും എഴുന്നേൽക്കാൻ പോകില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ മോളുടെ കല്യാണമില്ലേ, അവൾക്ക് അനുയോജ്യമായ വരനെ കാത്തിട്ടല്ലേ അവളിരിക്കുന്നത്, അതും ഒരിക്കലും അവൾക്ക് കിട്ടില്ല, അവൾ മൂത്ത് നരച്ച് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ശാപവാക്കുകൾ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും വരികയാണ് കേട്ടോ. അതിനുശേഷം നേരെ പോകുന്നത് സീമന്തിൻ്റെ അടുത്തേക്കായിരിക്കും മഞ്ജു കേട്ടോ. സീമന്തിനെ കണ്ടത് മോളെ എന്ന് പറയും. മോളെ എന്നോ? നിങ്ങൾ അങ്ങനെയല്ലല്ലോ എന്നെ വിളിക്കാറ്, ഞാൻ സാഗരേട്ടൻ്റെ കൂടെ പോയതിന് ശേഷം നിങ്ങൾ എന്നെ കാണുമ്പോൾ പലതുമാണല്ലേ വിളിക്കുന്നത്, ഇപ്പം നിങ്ങൾ എങ്ങനെ വിളിക്കും എന്ന് ചോദിക്കുക. എന്നാലും നിങ്ങളുടെ ഭർത്താവിന് ഇതെങ്ങനെ ചെയ്യാൻ തോന്നി എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങൾക്ക് മാസം ചിലവിന് തന്നിരുന്നല്ലേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് സാഗരേട്ടൻ്റെ കൂടെ പോയത് കാരണം എനിക്ക് സന്തോഷമായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് നരയിച്ചേനെ, എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകനെ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു പേരുദോഷം കൂടി എനിക്കുണ്ടാവുമായിരുന്നു. എന്തായാലും അതിൽ നിന്നും ഒഴിവായി. എങ്ങനെ ചെയ്യാൻ തോന്നി? എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ചതിച്ചിട്ട് പെങ്ങളെയും വെട്ടിക്കൊടുത്തിട്ട് ആ പെങ്ങളുടെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ എങ്ങനെ തോന്നി? ഇന്ന് വരെ ഉണ്ണിയേട്ടനും അതേപോലെ അമ്മയും അറിഞ്ഞിട്ടില്ല, അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല എന്ന് പറയണം കേട്ടോ. അതേപോലെ തന്നെ ഇനി ഒരു ചില്ലി പൈസ തരില്ല, അതുപോലെ നിങ്ങളുടെ മകളുടെ കല്യാണം ഏട്ടൻ നടത്തില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്ന് പറയട്ടെ. എവിടെ നിങ്ങളുടെ മോൻ? അവനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം മഞ്ജു അങ്ങനെ പോവുകയാണ്. മേഘന ഇങ്ങനെ കിടക്കുകയായിരിക്കും കേട്ടോ. മേഘന ഇങ്ങനെ കാണുമ്പോൾ മഞ്ജുവിനൊരു ഭയങ്കര സന്തോഷം വരികയാണ് കേട്ടോ. പെട്ടെന്നാണ് മഞ്ജുവിനെ കാണുക കേട്ടോ. ആഹാ, സുഖമാണ്, നോക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിനക്കേ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് വിവരം അറിയിക്കണം, നിന്നെ മാർക്കോ വന്നിട്ട് നിൻ്റെ അവസാനം നടത്തും, നീ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല നിനക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പറയണം കേട്ടോ. അതുപോലെ വാമനും പ്രതാപനും ജയിലിലായ കാര്യങ്ങളും എണ്ണിയിട്ടാണ് മഞ്ജു ഇങ്ങനെ മേഘനോട് പറയണം കേട്ടോ. അതിനുശേഷം മേഘ ഇങ്ങനെ രൂക്ഷമായി നോക്കുമ്പോൾ, എന്താടാ നീ നോക്കുന്നത്? നിൻ്റെ നിന്നും ഞാൻ സാഗരേട്ടൻ്റെ കൂടെ പോയ കാരണം ഞാനിപ്പോൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ ഇനിയും വരുവാടാ, സാഗരേട്ടനെയും കൊണ്ട് ഇനിയും വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മേഘനിങ്ങനെ മുരച്ച് നോക്കണം കാണുമ്പോൾ. അങ്ങനെ മഞ്ജു കഴുത്ത് പിടിച്ചിട്ട് കൊല്ലാൻ പോണ പോലെയാണ്. നീ ജീവിക്കേണ്ട, നിൻ്റെ ശരീരം അനങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ജീവിക്കണം, നീ ജീവിക്കാൻ പാടില്ല, നീ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ ആയതെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. നീ കണ്ണേട്ടനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പോയത്, നീ മാർക്കോനെ ഇടിച്ച് തെറിപ്പിച്ചില്ലേ, എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞിട്ട് മേഘനെ കഴുത്ത് കുത്തിപ്പിടിക്കാൻ പോവുകയാണ് കേട്ടോ. അതേസമയം സീമന്തിന് ഓടി വരികയാണ്, മോളെ വേണ്ട മോളെ പറയും. എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജന്മമുള്ള മകൻ, ഇത് വെറും പാഴ്മരമാണ് എന്ന് പറയുന്നു കേട്ടോ. ഇവൻ്റെ ശരീരം ഇടയ്ക്ക് ഇളകണുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരാം, എന്തായാലും ഈ കിടപ്പ് തന്നെ നിങ്ങൾ നരകയാതന അനുഭവിക്കാൻ പോകണമേ ഉള്ളൂ. എൻ്റെ അച്ഛനെ കൊന്നതിന്
നിങ്ങൾ അനുഭവിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സീമന്തിരി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊന്നും അറിയില്ല, അച്ഛനും മോനും കൂടിയിട്ടാണ്, ആ അച്ഛനാണ് ഈ മോനെ എങ്ങനെ വഷളാക്കിയത് എന്ന് പറയും. അതേസമയം മഞ്ജു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോളെ എങ്ങനെ ചേച്ചിയായിട്ട് തെറ്റിപ്പിരിഞ്ഞപ്പോൾ എങ്ങനെ കണ്ണേട്ടനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ അറിവോട് കൂടിയിട്ടല്ലേ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്, നിങ്ങൾ നാടകം കളിച്ചതല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മേഘനോട് പറയും, ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വരും, എന്താണെന്നറിയോ, കാരണം സാഗരേട്ടനായിട്ടാണ് വരിക, നിൻ്റെ ഏതെങ്കിലും ശരീരഭാഗം ഇളകണുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഇങ്ങനെ നന്നായി പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. മഞ്ജു അടിച്ച് പൊളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സീമന്തിരി അങ്ങനെ കരയുകയാണ് കേട്ടോ. മേഘനാഥനോട് പറഞ്ഞിട്ട്, നിൻ്റെ അച്ഛൻ കാരണമാണ്, ഈ വാമദേവൻ പറഞ്ഞ ഒരാൾ കാരണമാണ് കുടുംബമാകെ നാശമായി, ഇനി എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സീമന്തിനി ഇങ്ങനെ കരയുകയാണ് കേട്ടോ. അതേസമയം ആശുപത്രിയിൽ ഡോക്ടർ വന്നിട്ട് മഹാലക്ഷ്മിയെ വാർഡിലേക്ക് മാറ്റിയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് മോഹിനിയും അതേപോലെ തന്നെ ലേഖയും കൂടി വാർഡിൽ കൊണ്ടുവന്ന് മാറ്റിയാണ്. പിന്നീട് ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, കുഞ്ഞിനെ അധികം നേരം കയ്യിൽ വെക്കണ്ട, അതുപോലെ അടുത്തും കിടത്തണ്ട, ഇവിടെ താഴെ കിടത്തേ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ്. കണ്ണൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ദാ എന്നോട് ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി ചെയ്തു, ഇനി അമ്മയും കുഞ്ഞിൻ്റെയും കാര്യം കണ്ണൻ വേണം നോക്കാൻ, പലവരും പലതും ചെയ്യും, അതിനുള്ള ഇടയിട്ട് കൊടുക്കരുത് കേട്ടോ എന്ന് പറയണം, നല്ല പോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ് കേട്ടോ. ശരി എന്ന് പറയണം, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല മേഡം എന്ന് പറയണം കേട്ടോ. പിന്നീട് കണ്ണൻ പറയും, കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയും. ലേഖ പറയും, എന്തായാലും ശരി, അവരെ വെറുതെ വിടരുത് പറയും. അതേപോലെ അമ്മയുടെ അടുത്തും പറയും, ഞാൻ അവരെ വേണ്ട വിധയിൽ അവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുന്നത് അത് ഞാൻ വാങ്ങിക്കൊടുക്കും പറയും. അത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല മോനെ എന്താച്ച ചെയ്താൽ മതി പറയും. അതിനുശേഷം കണ്ണൻ മോളെ കുറച്ച് കൊഞ്ചിക്കുകയാണ് കേട്ടോ. കൊഞ്ചിച്ചതിന് ശേഷം അവരോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അതേസമയം രാത്രി ഉറക്കൊഴിച്ചിരിക്കുമ്പോൾ ഉണ്ണി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടൻ നാളത്തെ കേസിന് വേണ്ടി പഠിക്കുകയാണോ ചോദിക്കുക. അതെ, ഞാൻ അതിന് വേണ്ടി പഠിക്കുക തന്നെ എന്ന് പറയും. ഞാൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട് പറയും. നിന്നോടാരാ ജയിലിൽ പോകാൻ പറഞ്ഞ്, ഞാൻ നാളെ കോടതിയിലേക്കല്ലേ നിന്നോട് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയും. എന്നിട്ട് അറിഞ്ഞോ ചോദിക്കും. ഇല്ല, അറിഞ്ഞില്ല, ഏട്ടനോട് ചോദിക്കാനാണ് പറഞ്ഞത് എന്ന് പറയും. ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങൾ രണ്ടുപേരും നാളെ കോടതിയിലേക്ക് വരും, അവിടെ നിന്ന് മനസ്സിലാകും പറയും. എന്താ കാര്യം എന്ന് ഉണ്ണി ചോദിക്കുകയാണ്. ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, നിനക്കും എനിക്കും എല്ലാവർക്കും പ്രശ്നമുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അവിടെ വന്നിട്ട് നേരിട്ട് കണ്ടാൽ മതി നിങ്ങൾ എന്ന് പറയണം കേട്ടോ. പിന്നീട് ഉണ്ണി വന്നിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഞാനിങ്ങനെ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല, രണ്ടുപേരും നാളെ കോടതിയിലേക്ക് വരാൻ പറഞ്ഞിരിക്കണം, എന്തായാലും ശരി മോനെ, കോടതിയിലേക്ക് പോവാൻ, നമുക്ക് പോയി കഴിഞ്ഞാലല്ലേ കാര്യം അറിയുള്ളൂ എന്ന് പറയണം. അതേസമയം മേഘൻ്റെ കാര്യം, സീമന്തനിക്ക് ചിലവിന് പൈസ കൊടുക്കാത്ത കാര്യമൊക്കെ പറയുമ്പോൾ ആകെ മൊത്തം സങ്കടം വരികയാണ് കേട്ടോ ദുർഗയ്ക്ക്. ഇനി അവരെ എങ്ങനെ ജീവിക്കുന്നുള്ളത് അറിയില്ല, അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശി കോടതിയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി ഏർപ്പാടാക്കിയ അഡ്വക്കേറ്റിനോട് പറയും, എന്തായാലും കേസ് അവൻ തോൽക്കുമില്ലേ എന്ന് പറയുമ്പോൾ ആ അഡ്വക്കേറ്റ് പറയും, നിങ്ങൾ എന്തിനാണ് എങ്ങനെ പറയുന്നത്, ഇത് 10-20 വർഷം മുമ്പുള്ള കേസല്ലേ, നിങ്ങൾ ഇത്രയും പൈസ തന്നിരിക്കുന്നത് എന്തിനാണ്, അതെല്ലാം ഒരു കുഴപ്പമില്ലാതെ വന്നോളും എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ മുത്തശ്ശി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് ജീപ്പിൽ വാമദേവനും പ്രതാപനും കൂടി വരികയാണ് കേട്ടോ. അവരെ രണ്ടുപേരെ കണ്ടതും മുത്തശ്ശിക്ക് ആകെ ഭയങ്കര സങ്കടമായി കരയാണ് മുത്തശ്ശി കേട്ടോ. അതിനുശേഷം പോലീസുകാരോട് പോയി പറയാണ്, സാറേ ഇതെൻ്റെ മോനാണ്, ഞാനൊരു അമ്മയല്ലേ, എനിക്ക് അവനോട് ഒരു 2 മിനിറ്റ് സംസാരിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ പോലീസുകാർ സമ്മതിക്കുകയാണ്. പിന്നീട് പ്രതാപനെ വിളിച്ചിട്ട് പോയിട്ട് മുത്തശ്ശി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ രണ്ടുപേരും കോടതിയിൽ കൊണ്ടുപോവുകയാണ്. അതേസമയം കണ്ണൻ വരികയാണ് കേട്ടോ. കണ്ണനും അനന്തവും കൂടി വരികയാണ് കേട്ടോ. മുത്തശ്ശിയുടെ അടുത്ത് പറയും, എന്താ ഇവിടെ നിൽക്കുന്നത്, എന്തായാലും കേസിൻ്റെ കാര്യം എന്തായാലും തീരുമാനമാകും, മോനെ കണ്ടില്ലേ എന്ന് ചോദിക്കുക. കണ്ണാ, അവൾ ഗർഭിണിയാണ് എന്നിങ്ങനെ പറയും. ഗർഭിണിയാണെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലാൻ പറയേ എന്ന് അനന്ത് പറയുകയാണ് കേട്ടോ. അതിനുശേഷം അവർ കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിൽ കേസൊക്കെ വിളിക്കുകയാണ്. അതേപോലെ വാമദേവൻ്റെ പ്രതാപൻ്റെ അഡ്വക്കേറ്റ് ഇങ്ങനെ വാദിക്കുകയാണ് കേട്ടോ. 20 വർഷം മുമ്പുള്ളതാണ്, നിങ്ങൾ പിന്നെ എന്താണ് വണ്ടി ഇടിച്ചപ്പോൾ എന്തുകൊണ്ട് നിർത്തിയില്ല എന്നെല്ലാം അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതുപോലെ കൊട്ടേഷൻ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കൊട്ടേഷനൊന്നും കൊടുത്തില്ല എന്ന് പറയും. കൊട്ടേഷൻ തന്നോ എന്ന് ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ പ്രതാപനും അങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയണേ, എനിക്കിത്തിരി മെൻ്റൽ പ്രോബ്ലം ഉണ്ട് എന്ന് പറയണം കേട്ടോ. അതേസമയം
അഡ്വക്കേറ്റും പറയണ് ഇങ്ങനെ മെൻ്റൽ പ്രോബ്ലം ഉണ്ട്, മൂപ്പർക്ക് എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണ കേട്ടോ. അതേസമയം വാമദേവൻ പറയണ്, എൻ്റെ അനന്തരവനെ ഭയങ്കര സ്നേഹമായിരുന്നു വിശ്വനാഥന്, അവനെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു, പിന്നെ ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി ചെയ്യൂ, അതേപോലെ അവനെ ഈ കണ്ണനെ നോക്കാൻ വേണ്ടി ഒരു അമ്മ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതാണ്, പിന്നെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂ എന്നെല്ലാം കോടതിയോട് കരഞ്ഞ് പറയണം കേട്ടോ. അതേസമയം അവരുടെ അഡ്വക്കേറ്റും അങ്ങനെ വാദിക്കുന്നുണ്ട്, 20 കൊല്ലം മുമ്പുള്ള കേസാണ്, അങ്ങനെ എൻ്റെ കക്ഷിക്ക് അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കക്ഷിക്ക് ജാമ്യം വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് പ്രതാപനെ, അതേപോലെ തന്നെ വാമദേവനെയും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കണ്ണൻ വന്നിട്ട് കോർട്ടിൽ വന്നിട്ട് സംസാരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം വാമദേവനോട് ചോദിക്കും, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ, നിനക്കറിയില്ലേ ഞാൻ അമ്മാവനാണ് എന്ന്. അമ്മാവനോ, നിങ്ങളുടെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ വാദിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അതേ സമയത്താണ് കണ്ണനും ദുർഗയും വന്ന് കോടതി വളപ്പിൽ കാറിൽ ഇറങ്ങുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.